ഇരുതിനി പിന്നെ ഇരിക്കണ്ടേ? ഇത് നോക്കിയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഇത് കണ്ട നിങ്ങൾ? ഇവനില്ലേ നേരത്തെ ഇരുന്നിട്ട് അങ്ങോട്ടേക്ക് മറിഞ്ഞതോ എന്തായത് അങ്ങോട്ടേക്ക് വലിച്ചതോ എന്നറിയണം. നല്ലൊരു ചാരുകസേര പൊട്ടിച്ച് മറ്റേ മോയില്ലേ ആശിച്ച് വാങ്ങിയതാണ്. ഇത് 700 റുപ്യ കൊടുത്ത് ഒരു ചാരി ഇരുന്നിട്ട് ഫോണ് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇരിക്കുക, അച്ഛന് നല്ല സുഖമായിട്ട് ഇരിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇവരോട് ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ബാക്കോട്ട് വലിച്ചത് അങ്ങനെ അപ്പട് പൊട്ടി. അങ്ങനെയല്ലേ നമുക്ക് എന്തെങ്കിലും നമ്മളെ വീട്ടിലൊരു സാധനം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ പോയി. എന്നോട് പറയും അണ്ടി പോയ അണ്ണാൻ്റെ തൊട്ട് എന്താ ഇരുന്നിനെന്ന്. പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതാണ് എനിക്ക് വല്ലാത്ത സങ്കടം. നമ്മളെടുക്കുന്ന എന്തെങ്കിലും സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇതുണ്ടാവില്ല. പക്ഷേ എങ്കിൽ വേറൊരാൾക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഇവനിപ്പോൾ അതാ എന്നോട് ചോദിക്കുന്നത് എന്താണെന്നറിയാം, നിങ്ങൾ എന്തെല്ലാം പൊട്ടിക്കുന്നുണ്ട് ഇവിടെ, നമ്മളാരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെന്ന്. പക്ഷേ അതല്ല, നമുക്കിപ്പം കുട്ടികളെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ചീത്ത പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ രണ്ട് ചീത്തയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇതിനിപ്പോൾ ആക്രിക്കാർക്ക് കൊടുക്കണം. നിങ്ങൾക്കെല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? സാധനം എന്തെങ്കിലും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സങ്കടമാവില്ലേ? അതും ഇത്ര നല്ലൊരു സാധനമല്ലോ. ഞാനായിട്ട് ഇവനെ അടിക്കാണ്ട് അടിച്ചിട്ടില്ല. രണ്ട് നല്ല ചീത്തയും പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങണ്ടേ? ചാരി കിടന്ന് ഫോണും നോക്കണം, ഉറങ്ങാം അതിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു സുഖമാണ്.